നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. പുനർജനി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വി ഡി സതീഷിനെതിരെ കൂടുതൽ തെളിവുകൾ. പദ്ധതിക്കായി മണപ്പാട്ട് ഫൗണ്ടേഷൻ ബാങ്ക് അക്കൗണ്ട് തുറന്നതിന്റെ വിവരങ്ങൾ പുറത്ത്. വി ഡി സതീശൻ UK പോയത് ഒമാൻ എയർവേസിന്റെ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ച്. ടിക്കറ്റ് തരപ്പെടുത്തിയത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്നും കണ്ടെത്തൽ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം സന്ദർശിക്കും. തിരഞ്ഞെടുപ്പ് ഏപ്രിൽ പകുതിയോടെ ഒറ്റഘട്ടമായി നടക്കാൻ സാധ്യത. കോൺഗ്രസിൽ സീറ്റ് ചർച്ച ഇതുവരെ നടന്നിട്ടില്ലെന്ന് കെ മുരളീധരൻ. താൻ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും MM ഹസൻ. MP-മാർ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറും ഗോവർദ്ധനും നൽകിയ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. താൻ നിരപരാധിയാണെന്നും ക്ഷേത്രത്തിന് സംഭാവന നൽകുക മാത്രമാണ് ചെയ്തതെന്നും ഗോവർദ്ധൻ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെ തള്ളി പത്മകുമാർ. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കും. സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വറിന് ഇന്ന് നിർണായകം. ജാമ്യത്തിലിറങ്ങിയ ശേഷം യുവതിയെ വീണ്ടും അപമാനിച്ചെന്ന പരാതിയിൽ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. രാഹുൽ ഈശ്വറിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ നിലപാടും ഇന്ന് ഹൈക്കോടതി തേടും. കോഴിയിറച്ചി വില കുതിച്ചുയരുന്നു. വിവിധ ജില്ലകളിൽ കിലോയ്ക്ക് 170 മുതൽ 300 വരെ വില. റെക്കോർഡ് വില വർധന. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് പിന്നാലെ 2 ആഴ്ച കൂടി വില വർധന തുടരുമെന്ന് വ്യാപാരികൾ. ബസ്സിനിടയിലേക്ക് മറിഞ്ഞു വീണ് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. അപകടം. സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുവായൂർ മമ്മിയൂർ ജംഗ്ഷനിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് 15ഓളം പേർക്ക് പരിക്ക്. തൃശൂരിൽ സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ അപകടം. സംഭവത്തിൽ ഇരിങ്ങാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ചു. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ബസ്സിനടിയിലേക്ക് വീണ യുവതി മരിക്കുകയായിരുന്നു. മറ്റൊരു അപകട വാർത്തയിലേക്കാണ്. തൃശൂർ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചു. ഗുരുവായൂർ മമ്മിയൂർ ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. 15ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1:30 സംഭവം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കർണാടക സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ്സും ടോറസ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ സമീപത്തെ വീടുകൾക്കും കടകൾക്കും കേടുപാടുകളും സംഭവിച്ചു. തൃശൂരിൽ സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണും അപകടം സംഭവിച്ചിരിക്കുന്നു. സംഭവത്തിൽ ഇരിങ്ങാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രികർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ബസ്സിനടിയിലേക്ക് വീണ് യുവതി മരണപ്പെടുന്നത്. ഇരിങ്ങാലക്കുട സ്വദേശി ആഫിദയാണ് മരിച്ചത്. കൊടകര വെള്ളികുളങ്ങര റോഡിൽ നെല്ലിപ്പറമ്പ് തിങ്കളാഴ്ച വൈകിട്ട് 8 മണിയോടെയാണ് ഈയൊരു അപകടം നടക്കുന്നത്. അതേസമയം തന്നെ തൃശ്ശൂരിൽ നടക്കുന്നത് ഇരിങ്ങാലക്കുട
കൊട്ടിലങ്ങപ്പാടം ആസാദ് റോഡിൽ കരിപ്പുര വീട്ടിൽ അഷ്റഫിന്റെ മകൾ ആഫിദയാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. കൊടകര വെള്ളികുളങ്ങര റോഡിൽ നെല്ലിപറമ്പിൽ തിങ്കളാഴ്ച വൈകിട്ട് 8 മണിയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. സംഭവത്തെ തുടർന്ന് ദൃക്സാക്ഷികൾ പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. ആഫിദയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. വാഹനത്തിൽ ഒരു കുട്ടിയും ബന്ധുമായ സ്ത്രീയുമായിരുന്നു ഉണ്ടായിരുന്നത്. 10 കുളങ്ങരയിലുള്ള വീട്ടിൽ പോയി മടങ്ങി വരവെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. നെല്ലിപ്പറമ്പിൽ വെച്ച് ആഫിദ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു അപകടമുണ്ടായത്. എതിരെ നിന്ന് വന്ന ബൈക്കിൽ സ്കൂട്ടർ തട്ടുകയായിരുന്നു. ഈ സമയം പിറകിൽ നിന്ന് വന്ന ബൈക്കും ആഫിദയുടെ സ്കൂട്ടറിൽ തട്ടിയിരുന്നു. അതിനുശേഷം മറിഞ്ഞു വീണ ആഫിദയുടെ ശരീരത്തിൽ ബസ് കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂട്ടറിലുണ്ടായിരുന്ന മറ്റു 2 പേരെയും മറുവശത്തേക്ക് വീണതിനാൽ തന്നെ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്ര നാരായണൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ ഉപേന്ദ്ര നാരായണൻ. നമസ്കാരം. ഇന്നത്തെ ദിവസവും തൃശ്ശൂരിൽ നിന്നാണ് 2 അപകട വാർത്തകളാണ് വരുന്നത്. ഒരു അപകടത്തിൽ ഒരു യുവതിക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബസ്സിനിടയിലേക്ക് മറിഞ്ഞു വീണ് ഇരിങ്ങാലക്കുട സ്വദേശിയായിട്ടുള്ള സ്കൂട്ടർ യാത്രികയാണ് മരിച്ചത്. നമുക്കറിയാം, ഈ റോഡുകളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ സമയം അത് ഭയങ്കര പ്രശ്നമാണ് ആളുകൾക്കൊക്കെ. ഈ ബസ്സിനെയും അല്ലെങ്കിൽ മറ്റ് വലിയ വാഹനങ്ങളെയൊക്കെ മറികടക്കാനുള്ള ഒരു തത്രപ്പാട് നമ്മൾ റോഡുകളിലൊക്കെ കാണുകയാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു അപകടം കൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിന് ഇപ്പോൾ നമുക്കറിയാം, റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനങ്ങളുടെ ഒരു അതിപ്രസരം തന്നെയാണ്. പ്രത്യേകിച്ചും പകൽ സമയത്തും രാത്രികളിലൊക്കെ വലിയ തിരക്ക് തന്നെയാണ് മെയിൻ റോഡുകളിലൊക്കെ അനുഭവപ്പെടാറുള്ളത്. അത്തരത്തിലുള്ള ഒരു റോഡിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടവും സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതില് ഈ സ്കൂട്ടർ ഓടിക്കുന്നവർ, 2 വീലറിലെ പ്രത്യേകിച്ചും സ്കൂട്ടർ, അതൊരു ന്യൂ ജനറേഷൻ വെഹിക്കിൾ പോലെയാണ്. എല്ലാവർക്കും ഒരു സ്കൂട്ടർ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഉണ്ട്. പക്ഷേ സ്കൂട്ടർ ഓടിക്കുന്നതിന് ഉള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പൊതുനിരത്തിൽ പ്രത്യേകിച്ചും പ്രൈവറ്റ് ബസ്സിനെയൊക്കെ മറികടക്കുന്നത് വളരെ വളരെ ശ്രദ്ധിച്ചു വേണം. ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തിയാൽ തന്നെ നമ്മൾ അതിനെ മറികടക്കാനായിട്ട് പോകരുത്. എൻ്റെ അനുഭവത്തിൽ, പലരും പറഞ്ഞു കേട്ട അനുഭവത്തിലൂടെയും, ഒരു ബസ് ആളെ ഇറക്കാനും കയറ്റാനും നിർത്തുമ്പോഴേ കഴിവതും നമ്മൾ സ്ലോ ചെയ്ത് അതിന്റെ പിന്നിൽ നിൽക്കുന്നതായിരിക്കും ബുദ്ധി. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും എതിരെ വരുന്ന വാഹനം ഇടിക്കുകയും നാം തെറിച്ച് ഈ ബസിന്റെ അടിയിലേക്ക് പോകും. ബസ്സുകാരന് ഇത് അറിയ പോലും ഇല്ല, ബസ് വിട്ടുപോകും. അപ്പൊ ഇന്നലെ തന്നെ ഒരു വീഡിയോ വൈറലായത്, ഒരു ബൈക്കുകാരൻ ആക്സിഡന്റിൽ പെട്ടിട്ട് ആ കാറുകാരൻ അയാളെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി. പക്ഷെ എപ്പോഴും അങ്ങനെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തണമെന്നില്ലല്ലോ. 2 വീലർ കാറ്റഗറിയുടെ ആക്സിഡന്റ് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ വളരെ വളരെ വർദ്ധിച്ചതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം അല്പസ്വല്പം റോഡ് സുരക്ഷാ ബോധം ഇവർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാര്യം നമ്മൾ ആഗോളതലത്തിൽ ചിന്തിക്കുമ്പോൾ ലോകത്ത് നിർമ്മിക്കുന്ന വാഹനങ്ങളുടെ 1% മാത്രമാണ് 2 വീലർ കാറ്റഗറി. പക്ഷേ ലോകത്തുണ്ടാകുന്ന റോഡ് അപകട മരണങ്ങളുടെ 20% ഈ 1% 2 വീലറുകളാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ദുഃഖ സത്യം കൂടി ഈ കൂട്ടത്തിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദയവ് ചെയ്ത് 2 വീലർ ഓടിക്കുന്നവർ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ 2 വീലർ വാങ്ങാവൂ, ഉപയോഗിക്കാവൂ. രണ്ടാമത്, ഈ സ്വകാര്യ ബസ്സിനെയും ലോറിയെയും അങ്ങനെയുള്ള ഹെവി വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മിതത്വം പാലിക്കണം. അതീവ സുരക്ഷാ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. കൂടാതെ റെക്ലെസ് ആയിട്ട് ഒരിക്കലും ഓടിക്കരുത്. ഇടതുവശം ചേർന്ന് പോയാൽ നമുക്ക് കൂടുതൽ നാൾ ജീവിച്ചിരിക്കാൻ സാധിക്കും. തീർച്ചയായും നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും 18 വയസ്സിന് ശേഷം നേരിട്ട് ലൈസൻസ് എടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തന്നെ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ഉടൻ തന്നെ വാഹനം ഓടിക്കാനുള്ള ഒരു ക്രേസ് അത് അവർക്കുണ്ട്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ പോലും വീടുകളിൽ നിന്നൊക്കെ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിയുന്നതിന് മുമ്പേ തന്നെ വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും അതേസമയം അവർ നിരത്തിലിറങ്ങുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതാണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. എങ്കിൽ പോലും അതൊക്കെ ഒരു വീഴ്ചയായി മാറുകയാണ്. അതെ, കാര്യം നമ്മൾ ഡ്രൈവിംഗ് പരിശീലനം നേടുന്നത് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആരുടെയെങ്കിലും ബന്ധുമിത്രാദികളുടെ വാഹനം ഉപയോഗിച്ചൊക്കെയാണല്ലോ പഠിക്കുന്നത്. ഇതൊന്നും ഡ്രൈവിംഗിന്റെ പ്രാക്ടിക്കൽ ഡ്രൈവിംഗിന്റെ പരിസരത്ത് വരില്ല.
കാര്യം നമ്മൾ പൊതുനിരത്തില് ദുർഘടനകൾ ഇങ്ങനെയുള്ള സ്വകാര്യ ബസ്സുകളെ ഓവർടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെഡസ്ട്രിയൻസിനെ രക്ഷിക്കാൻ വേണ്ടി ചില സമയത്ത് നമ്മൾ നിർത്തിക്കൊടുക്കുക. ഈവൻ ഒരു സ്ട്രേ ഡോഗ് തന്നെ ഒരു 2 വീലറിനെ മരണപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ മരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ 2 വീലർ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നാം വാങ്ങാവൂ. കാര്യം റോഡിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് 2 വീലറുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ അതിന്റെ റൈഡിംഗ് എക്സ്പെർട്ടീസ് നമുക്ക് കിട്ടിയിട്ടില്ല. കാര്യം എല്ലാവരും ലൈസൻസ് എന്ന് മാത്രം വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നതല്ല. ഇതിനകത്ത് ഒരുപാട് നമ്മൾ കൗണ്ടർ മെഷേഴ്സ് ഉണ്ട്, റോഡ് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്, പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് മെഷേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച് ശീലിച്ചാൽ മാത്രമേ പൊതുനിരത്തിൽ, പ്രത്യേകിച്ചും ഈ എന്താ പറയുന്നത്, നമ്മുടെ രാവിലത്തെ ആ പീക്കിലും ഈവനിങ് പീക്കിലും സന്ധ്യയ്ക്കും ഒക്കെ വാഹനം ഓടിക്കണമെങ്കിൽ നമുക്ക് വളരെയേറെ ബുദ്ധിശക്തി വേണം, ഒരുപാട് എക്സ്പെർട്ടീസ് വേണം. വെറുതെ ഒരു ഡ്രൈവറായിട്ട് ലൈസൻസ് ആയതുകൊണ്ട് ആകില്ല. കാര്യം ഈ അടുത്ത കാലത്തുണ്ടായ റോഡ് അപകടങ്ങളിൽ മിക്കതും 2 വീലർ ഇൻവോൾവ് ആണ് എല്ലാ ദിവസവും. അപ്പൊ അത് നമുക്ക് തടയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിവതും അതിനെ ഒഴിവാക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ കയറി പോകാൻ നോക്കുക. അല്ലെങ്കിൽ അതീവ ജാഗ്രതയോടെ ഇടതുവശം ചേർന്ന് പോവുക. ക്ഷമ വേണം. കാര്യം ഇവർക്കില്ലാത്തത്, ഈ 2 വീലർ ഓടിക്കുന്നവർക്ക് ഇല്ലാത്തത് ക്ഷമയാണ് ഇല്ലാത്തത്. അതേപോലെ സുരക്ഷാ ബോധവും വളരെ പരിമിതിയാണ്, വളരെ കുറവാണ്. തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇതാ തൃശ്ശൂരിൽ നിന്ന് മറ്റൊരു അപകട വാർത്ത കൂടിയാണ്. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ് അതൊരു ടോറസ് ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചിരിക്കുന്നു. 11ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലരുടെയൊക്കെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരു ശബരിമല സീസൺ ആരംഭിച്ചത് മുതൽ തന്നെ എത്രയോ അപകടങ്ങളാണ് നമ്മൾ വാർത്തകളിലായാലും മറ്റുമായൊക്കെ അറിയുന്നത്. ഇതിപ്പോൾ ഇതാ ബസ് കർണാടകയിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ഒരു ബസ്സാണ് ഇപ്പോൾ ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് മരണമൊന്നും സംഭവിക്കാത്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും. ഈ റോഡ് സൈഡിലുള്ള വീടുകളിലേക്കും കടകളിലേക്കൊക്കെ ഈ ഒരു അപകടത്തിൻ്റെ ഒരു വ്യാപ്തി അത് എത്തിയിട്ടുണ്ട്. അത് ഈ ഒരു അപകടം നമുക്കറിയാം, രാത്രികാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഭക്തർ ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഒരുപാട് ദുരന്തങ്ങളിലേക്കൊക്കെ നയിച്ച സംഭവങ്ങൾ അത് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോഴും അത് ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്ത് പരിഹാരമാണ് ഇതിനുള്ളത്? പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. സുരക്ഷാ ബോധം വളർത്താനായിട്ട് നമ്മൾ അയ്യപ്പന്മാര് കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവരായാലും കേരളത്തിലുള്ള വണ്ടി ഓടിക്കുന്നവരായാലും അവരെ നമ്മൾ ഈ കാലത്ത് ഈ ശബരിമല സീസണിലെ റോഡ് അപകട നിരക്ക് അവരൊന്ന് മനസ്സിലാക്കണം. അപകടങ്ങളെ ഒഴിവാക്കാനുള്ള വിദ്യകൾ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഉറക്കം വരികയാണെങ്കിൽ വണ്ടി എവിടെങ്കിലും ഒതുക്കി നിർത്തി, അതായത് റോഡിന് വീതിയുള്ള സ്ഥലത്ത് ഒതുക്കി നിർത്തി ഒരു ചെറിയ ഉറക്കം എടുത്ത്, അല്ലെങ്കിൽ ഫ്ലാസ്കിലോ ഏതെങ്കിലും രീതിയിൽ ഇത്തിരി കട്ടൻ കാപ്പി കൊണ്ടുപോവുകയാണെങ്കിൽ അത് കുടിക്കുക. അല്ലെങ്കിൽ ഇപ്പം മിക്ക സ്ഥലത്തും ഹോട്ടൽസ് ഒക്കെ രാത്രിയും പകലും തുറന്നിരിക്കുന്ന ഹോട്ടൽസ് ഉണ്ട്, അവിടെ കയറി മുഖം കഴുകി ഒരു ഗ്ലാസ് ഓഫ് കട്ടൻ കാപ്പി കുടിച്ച് പോവുക. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. കാര്യം നമുക്ക് വേണ്ട രീതിയിലുള്ള റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പൊതുനിരത്തിൽ ഇല്ല. നേരത്തെ ഒക്കെ ശബരിമല സീസൺ ആകുമ്പോൾ റോഡ് പെട്രോളിംഗ് സിസ്റ്റം, ഹൈവേ പോലീസ് ആയാലും MVD ആയാലും ഒക്കെ പെട്രോൾ ചെയ്യുമായിരുന്നു രാത്രിയും പകലും ഒക്കെ. ഇപ്പൊ വളരെ കുറച്ച് മാത്രമേ അവരെ കാണാറുള്ളൂ. അപ്പം ഡ്രൈവർമാരെ നമ്മൾ ബോധവൽക്കരിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ ശബരിമലയ്ക്ക് പോകുന്ന വണ്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ടോറസ് ലോറികൾ എന്ന് പറയുന്നത് അവർ ട്രിപ്പിനാണ് അവർക്ക് കാശ്. ഡ്രൈവർക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് എത്ര കൂടുതൽ ട്രിപ്പ് അടിക്കുന്നോ അത്രയും കൂടുതൽ ശമ്പളം അവന് കിട്ടും. അപ്പൊ അവൻ ലക്കും ലഗാനും ഇല്ലാതെ ഓടിക്കും. കാര്യം അയാൾക്ക് ഈ ലോറി എന്ന് പറയുന്നത് ഒരു ടാങ്ക് മാതിരിയാ. ആ വാഹനത്തിൽ ഇരിക്കുന്നവർക്കോ വാഹനത്തിനോ ഒന്നും പറ്റില്ല. ഇപ്പൊ ടോറസ് ലോറികൾ നിയന്ത്രിക്കാൻ മുമ്പൊക്കെ നിയമം ഉണ്ടായിരുന്നു, അതായത് സ്കൂൾ സമയത്ത് പാടില്ല എന്നൊക്കെ. പക്ഷെ ഇപ്പോ മറ്റ് സമയങ്ങളിലും ഇത് ഭയങ്കര റെക്ലെസ് ആയിട്ട് പോവുകയാണ്. അതിന് കുതിരശക്തി കൂടുതലാണ്, അത് ഓവർലോഡഡ് ആണ്. മിക്ക വണ്ടിയും 200% വരെ ഓവർലോഡ് ചെയ്ത് പോകുമ്പോൾ ബ്രേക്ക് ചവിട്ടിയെ കിട്ടില്ല, പിന്നെ അതിന്റെ നിയന്ത്രണം വിട്ടുപോകും. അതുകൊണ്ടാണ് റോഡ് സൈഡിലുള്ള വീടുകൾ ഒക്കെ പൊളിഞ്ഞു പോകുന്നത്, സ്വകാര്യ സ്വത്തിലേക്ക് വണ്ടി ഇടിച്ചു കയറുന്നതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഓവർലോഡിങ് കൺട്രോൾ ചെയ്താൽ തന്നെയും റോഡ് അപകടങ്ങൾ ഗണ്യമായിട്ട് കുറയും.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ബേന്ദ്രനാരായണൻ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് ഈ ഡ്രൈവിംഗ് സുരക്ഷ അതിലൊരു ബോധവൽക്കരണം അത് തീർച്ചയായും വേണമെന്ന് തന്നെയാണ് വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നതും. ഇപ്പോഴത്തെ തൃശ്ശൂരിൽ 2 വാഹനാപകടങ്ങളാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. സ്കൂട്ടർ ബസ്സിനിടയിലേക്ക് മറിഞ്ഞു വീണാണ് ഒരു അപകടം. ഈ ഒരു അപകടത്തിൽ ഇരിങ്ങാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രികർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണ യുവതി മരണപ്പെടുന്നത്. ഇരിങ്ങാലക്കുട സ്വദേശി ആഫിദയാണ് മരിച്ചത്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നെല്ലിപ്പറമ്പിൽ ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. കൂടെയുണ്ടായിരുന്ന 2 പേർ മറുവശത്തേക്ക് വീണതിനാൽ അവരുടെ ജീവൻ രക്ഷിക്കാനായി എന്ന് തന്നെയാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. മറ്റൊരു വാർത്ത, തൃശ്ശൂരിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഗുരുവായൂർ മമ്മിയൂർ ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. 15ഓളം പേർക്ക് അതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1:30 സംഭവം നടക്കുന്നത്. ഇപ്പോൾ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു. കർണാടക സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. അപകടത്തിൽ സമീപത്തെ വീടുകൾക്കും കടകൾക്കുമൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇടവേള. ഇന്നു മുതൽ ട്രെയിൻ ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റം വരുന്നു. മെയിൽ, എക്സ്പ്രസ് വിഭാഗങ്ങളിലെ നോൺ AC, AC കോച്ചിലെ നിരക്കുകളാണ് ഉയർന്നത്. കിലോമീറ്ററിന് 2 പൈസ കൂടും. നോൺ AC കോച്ചിലെ യാത്രയ്ക്ക് 500 കിലോമീറ്ററിന് 10 രൂപ അധികം നൽകണം. ഓർഡിനറി നോൺ AC സർവീസുകൾക്ക് വ്യത്യസ്ത ദൂര സ്ലാബുകളിലാണ് നിരക്കുകൾ. 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ഓർഡിനറി ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയും, മെയിൽ, എക്സ്പ്രസ്, നോൺ AC ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 2 പൈസയും കൂടും. മെയിൽ, എക്സ്പ്രസ്, AC ക്ലാസ് 2 പൈസയും, AC അല്ലാത്ത 500 കിലോമീറ്റർ യാത്രയ്ക്ക് 10 രൂപയുമാണ് വർദ്ധിക്കുന്നത്. രാജധാനി, ശതാബ്ദി, തുരന്തോ, വന്ദേ ഭാരത്, ഗരീബ് രഥ്, ജൻശതാബ്ദി, അമൃത് ഭാരത്, അന്ത്യോദയ, സബർബൻ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ട്രെയിൻ സർവീസുകളുടെ അടിസ്ഥാന നിരക്കുകളിലും മാറ്റമുണ്ട്. സബർബൻ ട്രെയിൻ സർവീസുകളെയും സീസൺ ടിക്കറ്റുകളെയും നിരക്ക് വർധന ബാധിക്കില്ല. ഓർഡിനറി ക്ലാസ്സിൽ 215 കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്കും നിരക്ക് വർദ്ധിക്കില്ല. റിസർവേഷൻ ഫീസ്, സൂപ്പർഫാസ്റ്റ് സർചാർജുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ചാർജുകൾ, GST നിയമങ്ങളും തുടരും. എന്നാൽ നിരക്ക് വർധന നിലവിൽ വരുന്നതിന് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് അധിക തുക നൽകേണ്ട. നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഉള്ളവർക്ക് ഡിസംബർ 26 ശേഷമുള്ള യാത്രയ്ക്ക് അധിക തുക നൽകാതെ തന്നെ യാത്ര ചെയ്യാം. അതേസമയം ഇന്നു മുതൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റിനും TT അനുവദിക്കുന്ന ടിക്കറ്റിനും ഉയർന്ന നിരക്ക് നൽകണം. പുനർജനി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. പുനർജനി പദ്ധതിക്കായി മണപ്പാട്ട് ഫൗണ്ടേഷൻ ബാങ്ക് അക്കൗണ്ട് തുറന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത്. പണപ്പിരിവിനായി UK പോകാൻ ഉപയോഗിച്ച ഒമാൻ എയർവേസ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റിന് ടാക്സ് അടച്ചിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്നും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. പുനർജനി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണപ്പാട്ട് ഫൗണ്ടേഷൻ ബാങ്ക് അക്കൗണ്ട് തുറന്നതിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2018 നവംബർ 27 മുതൽ 2022 മാർച്ച് 8 വരെ ആ അക്കൗണ്ടിലൂടെ വിനിമയം നടന്നിട്ടുണ്ട്. പദ്ധതിക്കായി 1,27,33,545.24 രൂപ പിരിച്ചെടുത്തതായാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. പുനർജനി സ്പെഷ്യൽ അക്കൗണ്ട് വഴിയും FCRA കറന്റ് അക്കൗണ്ട് വഴിയുമാണ് പണം സ്വരൂപിച്ചത്. അതേസമയം UK മലയാളികളിൽ നിന്നും സ്വരൂപിച്ച മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റും ആ പണം നാട്ടിലേക്ക് അയച്ച മണപ്പാട് ഫൗണ്ടേഷൻ തമ്മിൽ യാതൊരുവിധ MOയും ഒപ്പുവെച്ചിട്ടില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. സാധാരണഗതിയിൽ NGOകൾ തമ്മിലുള്ള ഇത്തരം ഇടപാടുകളിൽ MOയോ വെക്കാറുണ്ട്. എന്നാൽ ഇവിടെ അത് നടന്നിട്ടില്ല. ഒമാൻ എയർവേസ് നൽകിയ കോംപ്ലിമെന്ററി ടിക്കറ്റ് ഉപയോഗിച്ചാണ് VD സതീശൻ UK പോയതും തിരികെ വന്നതും. മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദാണ് സതീഷിന് വേണ്ടി കോംപ്ലിമെന്ററി ടിക്കറ്റ് തരപ്പെടുത്തിയത്. ഈ ടിക്കറ്റിന് ടാക്സ് അടച്ചിരിക്കുന്നത് മണപ്പാട് ഫൗണ്ടേഷനാണ്. VD സതീശന്റെ UK താമസ സൗകര്യവും മറ്റു ചിലവുകളും വഹിച്ചിരിക്കുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്ന് ചെയർമാൻ അമീർ അഹമ്മദ് വിജിലൻസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം സന്ദർശിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാർ
കമ്മീഷണർമാരായ ഡോക്ടർ സുഖ്വിന്ദർ സിംഗ് സന്ധു, ഡോക്ടർ വിവേക് ജോഷി എന്നിവർ അടുത്ത മാസമാണ് സംസ്ഥാനത്തെത്തുക. കേരളത്തിൽ ഏപ്രിൽ പകുതിയോടെയാകും നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഒറ്റഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പരിശോധിക്കാനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സംഘം കേരളത്തിലെത്തുന്നത്. ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. മെയ് മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തീകരിക്കേണ്ടതിനാൽ ഏപ്രിൽ മാസത്തിലാകും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്. കേരളത്തിന് പുറമെ അസം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി തുടങ്ങിയ ഇടങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഇവിടങ്ങളിലെ ഒരുക്കം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മനീഷ് ഗാർഗിന്റെ അധ്യക്ഷതയിൽ ഇത് സംബന്ധിച്ച യോഗം നടന്നു. കേരളത്തിൽ നിന്നുള്ള മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. 2021 ഏപ്രിൽ 6 കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. മെയ് 2 വോട്ടെണ്ണൽ. അതുകൊണ്ട് തന്നെ ഏകദേശം ഇതേ സമയത്ത് തന്നെയാകും തിരഞ്ഞെടുപ്പ് നടക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുന്നണികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഭരണം നിലനിർത്താൻ ടേം വ്യവസ്ഥയിലടക്കം ഇളവ് നൽകാൻ ഒരുങ്ങുകയാണ് CPM. അതേസമയം ഭരണം സുനിശ്ചിതമാണെന്നാണ് UDFന്റെ വിലയിരുത്തൽ. സീറ്റ് വെച്ചുമാറുന്നതടക്കമുള്ള ചർച്ചകൾ മുന്നണിക്കുള്ളിൽ സജീവമായി നടക്കുകയാണ്. തിരുവനന്തപുരത്ത് 4 മണ്ഡലം പിടിക്കാനുള്ള തന്ത്രം മെനയുകയാണ് BJP. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ വട്ടിയൂർക്കാവ് സീറ്റിനായി ഒരു കൂട്ടം നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസിൽ സീറ്റ് ചർച്ച ഇതുവരെ നടന്നിട്ടില്ലെന്ന് K. മുരളീധരൻ. 100 സീറ്റ് LDFന് കിട്ടുമെന്ന ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന തമാശയാണെന്നും മനസ്സിന് വിഷമം തോന്നുമ്പോൾ MV ഗോവിന്ദന്റെ പ്രസ്താവനകൾ കേട്ടാൽ മതിയെന്നും അദ്ദേഹം പരിഹസിച്ചു. തിരുവനന്തപുരത്ത് UDFന് തിരിച്ചുവരാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, സീറ്റ് ചർച്ചയിൽ ഇതുവരെയായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല. അത് ഈ മാസം 15-ാം തീയതിയോടുകൂടെ തന്നെ അക്കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ കഴിയും. 2 രാഷ്ട്രീയ എതിരാളികളുണ്ട് തവണ, മാർക്സിസ്റ്റ് പാർട്ടിയും BJP. അവർ തമ്മിൽ തന്നെ അന്തർധാരകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് നീങ്ങണമെന്നാണ് ഇന്നലെയും മിനിഞ്ഞാന്നുള്ള ക്യാമ്പിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം. ഗോവിന്ദൻ മാഷ്, ഞാൻ പറഞ്ഞില്ല, ഗോവിന്ദൻ മാഷ് ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുന്നതാണ്. നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ ടെൻഷൻ വരുമ്പോൾ ഗോവിന്ദൻ മാഷ് 2-3 ഡയലോഗുകൾ കേട്ടാൽ നമുക്ക് നല്ലൊരു സുഖമാണ്, ഒന്ന് മനസ്സ് പറഞ്ഞ് ചിരിക്കാൻ. ഇപ്പോൾ അങ്ങനത്തെയാണ്. കാരണം 100 സീറ്റിൽ പൊട്ടെന്ന് പറഞ്ഞ UDF അല്ല, LDF പൊട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേമത്ത് മത്സരിക്കാനില്ല എന്ന് ശിവൻകുട്ടി, വട്ടിയൂർക്കാവിൽ മാത്രമേ മത്സരിക്കൂ എന്ന് സുരേന്ദ്രൻ. ഇത് തമ്മിലൊരു അന്തർധാര ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ ജയിച്ച 19 സീറ്റുകളിൽ 3 സീറ്റ് കഴിഞ്ഞ 3-ാം സ്ഥാനത്ത് പോയ സീറ്റുകൾ. അതിപ്പോൾ ഏറ്റവും ഈ ഇലക്ഷൻ കാലത്ത് ചർച്ചാ വിഷയമായി മുട്ടട സീറ്റ് ഉൾപ്പെടെ 2020 ഞങ്ങൾ 3-ാം സ്ഥാനത്ത് പോയതാണ്. പട്ടം ഞങ്ങൾ 3-ാം സ്ഥാനത്തായി. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ അതിന്നാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഞങ്ങൾക്കിത് മറികടക്കാൻ കഴിയും. അപ്പോൾ നിയോജകമണ്ഡലം വയസ്സ് നോക്കിയാൽ നേമത്തും കഴക്കൂട്ടത്തുമാണ് സിറ്റിയിൽ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. മറ്റേ 2 സീറ്റിൻ്റെ കാര്യത്തിലും ഞങ്ങൾക്കത് തിരിച്ചു വരാൻ കഴിയുന്ന അവസ്ഥ തന്നെയാണ്. വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ ലോക്സഭയിൽ 8000 വോട്ട് LDFന് അല്ല BJPക്ക് ലീഡായിരുന്നു. ഇപ്പോൾ ഞങ്ങളും BJP ആയിട്ട് 5700 വോട്ടിൻ്റെ ഡിഫറൻസുകൾ അപ്പോൾ കുറയുന്നുണ്ട്. താൻ മത്സരിക്കണോ എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുമെന്ന് MM ഹസൻ. പാർട്ടി തീരുമാനിച്ചാൽ ഏത് കോൺഗ്രസ് നേതാവും അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. MP-മാർ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരും സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കാൻ പാടില്ല. പാർട്ടി തീരുമാനിക്കും. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അത് എൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പാർട്ടി തീരുമാനിച്ചാൽ ഞാനല്ല, ഏത് കോൺഗ്രസ് നേതാവും അതനുസരിക്കണ്ടേ. പാർട്ടി തീരുമാനിച്ചാൽ ഞാനും അത്രയേ ഉള്ളൂ. അതും ഹൈക്കമാൻഡ് MP-മാർ തന്നെ പറഞ്ഞല്ലോ, പാർലമെന്റ് അംഗങ്ങൾ ഇപ്പോൾ വാസ്തവത്തിൽ MP-മാർ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് ഇഷ്ടം പോലെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ. നയപരമായ ഒരു കാര്യമാണ്. ഹൈക്കമാൻഡ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. MP-മാർക്ക് ആഗ്രഹിക്കാം, പക്ഷേ MP മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ തുടരുന്ന A. പത്മകുമാറും ഗോവർദ്ധനും നൽകിയ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. താൻ നിരപരാധിയാണെന്നും ക്ഷേത്രത്തിന് സംഭാവന നൽകുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ഗോവർദ്ധന്റെ വാദം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെ തള്ളിക്കൊണ്ടാണ് A. പത്മകുമാറിന്റെ ജാമ്യ ഹർജി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി ആദർശ് മുക്കട ചേരുന്നുണ്ട്.
ആദർശ്, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ തുടരുന്ന പത്മകുമാറും ഗോവർദ്ധനും നൽകിയ ജാമ്യ ഹർജികൾ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. എപ്പോഴാണ് ഹൈക്കോടതി പരിഗണനയിൽ ഇത് എത്തുക? എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കുക? രമ്യ, ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ സുപ്രധാനമായ 2 ജാമ്യ ഹർജികളാണ് ഇന്ന് ഹൈക്കോടതിയുടെ മുൻപിലേക്ക് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാകും ഹൈക്കോടതി ഇത് പരിഗണിക്കുക. പ്രധാനമായിട്ടും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ CPM നേതാവുമായിട്ടുള്ള A. പത്മകുമാർ നൽകിയ ജാമ്യ ഹർജിയും അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ നൽകിയ ജാമ്യ ഹർജിയുമാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുക. പ്രധാനമായിട്ടും ഈ 2 പേരും ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഗോവർദ്ധൻ ശബരിമലയ്ക്ക് വേണ്ടി 1.5 കോടിയോളം രൂപ സംഭാവന ചെയ്ത ഒരാളാണ്. അങ്ങനെയുള്ള തനിക്ക് ഇത്തരത്തിലൊരു സ്വർണം അല്ലെ ഇത്തരത്തിൽ ക്രമക്കേട് നടത്തി കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നൊരു വാദമാണ് ഗോവർദ്ധൻ ഉന്നയിക്കുന്നത്. പത്മകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ശബരിമലയുടെ നിയമപരമായ ചില ഉത്തരവാദിത്തങ്ങൾ മാത്രമായിരുന്നു തനിക്കുള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലുമൊക്കെ താൻ തനിച്ചൊരു തീരുമാനവും എടുക്കേണ്ടി വന്നിട്ടില്ല എന്നൊരു കാര്യമാണ് CPM നേതാവ് കൂടിയായ പത്മകുമാർ പറയുന്നത്. അത്തരത്തിൽ തങ്ങൾക്ക് ജാമ്യം നൽകണമെന്നൊരു വാദമാണ് ഇരുവരും കോടതിയിൽ ഉന്നയിക്കുന്നത്. പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ കുറെ ജാമ്യ ഹർജികൾ ഇരുവരുടെയും കോടതി തള്ളിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ ജാമ്യ ഹർജികളിലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങളും ഉത്തരവുകളും ഒക്കെ തന്നെ. അതേസമയം മറ്റൊരു സുപ്രധാനമായ ഒരു വിവരം എന്ന് പറയുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. ഇതും ഹൈക്കോടതി വിശദമായി തന്നെ പരിഗണിക്കും. കഴിഞ്ഞ ദിവസമായിരുന്നു 4ാം കുറ്റം ഈ അന്വേഷണം സംബന്ധിച്ചുള്ള 4ാം അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിൽ പരിഗണനയ്ക്ക് എത്തിയത്. അപ്പോൾ ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു കൂടുതൽ ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ അന്വേഷണം തുടരാമെന്നൊരു കാര്യം ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് 2 പുതിയ ഉദ്യോഗസ്ഥരെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന SP നേരിട്ടായിരുന്നു ഇന്നലെ ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ കുറെ നാളുകളായി പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CPM-നും LDF-നും കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ള കേസിലാണ് CPM നേതാവിന്റെ അതും CPM മുൻ MLA-യുടെ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ മുൻപിൽ പരിഗണനയ്ക്ക് വരിക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഹൈക്കോടതി ഇത് പരിഗണിക്കുക. സ്വാഭാവികമായും കഴിഞ്ഞ തവണകളിലെല്ലാം തന്നെ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഒരുപക്ഷെ ഇന്നും കോടതിയിൽ ഉണ്ടാവുക. ഏതായാലും കോടതി ഉച്ചയ്ക്ക് ശേഷം ഈ കേസ് പരിഗണിക്കും. അപ്പോഴായിരിക്കും അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ കേസ് CBI-ക്ക് വിടണമെന്നുള്ള ഒരു ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. രമ്യ, ശരി. ആദർശ് മുക്കടയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ തുടരുന്ന പത്മകുമാറും ഗോവർദ്ധനും നൽകിയ ജാമ്യ ഹർജികൾ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഉച്ച തിരിഞ്ഞാണ് ഈ കേസുകളൊക്കെ പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. താൻ നിരപരാധിയാണെന്നും എന്നാൽ ക്ഷേത്രത്തിന് സംഭാവന നൽകുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ഇപ്പോഴും ഗോവർദ്ധന്റെ വാദം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളെ തള്ളിക്കൊണ്ടാണ് A. പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുന്നത്. അതേസമയം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണനയിലുണ്ട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.